നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനുവരി 2026 തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. ഇതില് പണം, ജോലി, ബിസിനസ്, പ്രണയം, വിവാഹം, ആരോഗ്യം, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ, ഭാഗ്യം കൂടിയ സമയങ്ങൾ, ഇവയെല്ലാം ഞാൻ ഈ വീഡിയോയിൽ വിശദമായി പറയാം. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം തുലാം രാശിക്കാർക്ക് ഈ മാസം ബന്ധങ്ങളെയും തീരുമാനങ്ങളെയും ഒരേപോലെ ബാലൻസ് ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് കാണുന്നത്. തുലാം രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് ബാലൻസ് തിരികെ കിട്ടുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ നാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കൺഫ്യൂഷൻസ് ഈ മാസം പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങും. റിലേഷൻഷിപ്പ്, കരിയർ, പേഴ്സണൽ ലൈഫ്, ഇവയെല്ലാം ഒരു മിഡിൽ പാത്ത് കണ്ടെത്താൻ കഴിയും. ഓർക്കണം, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ പേഴ്സണൽ റെസ്പെക്റ്റ് മറക്കരുത്. ജോലി സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ജോലി ചെയ്യുന്ന തുലാം രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് ടീം വർക്ക് ആൻഡ് ഡിപ്ലോമസി ആവശ്യമായ ഒരു മാസമാണ്. നെഗോസിയേഷൻ, ക്ലയൻസ് ഹാൻഡ്ലിംഗ്, പാർട്ട്ണർഷിപ്പ് വർക്ക്, ഇവയിലെല്ലാം വിജയം കാണാൻ സാധ്യത കാണുന്നുണ്ട്. ലോ, ഡിസൈൻ, ബ്യൂട്ടി, HR, പബ്ലിക് റിലേഷൻസ്, ഇവയെല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ജോബ് ചേഞ്ച് ആഗ്രഹിക്കുന്നവർ ജനുവരി 11 മുതൽ 24 വരെ പോസിറ്റീവ് റെസ്പോൺസ് പ്രതീക്ഷിക്കാം. സാമ്പത്തികം, ധനം, ഈ ഒരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, സാമ്പത്തികമായി തുലാം രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് സ്ലോ ബട്ട് സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് കാണുന്നുണ്ട്. റെഗുലർ ഇൻകം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പെൻഡിങ് പേയ്മെന്റ്സ് ക്ലിയറൻസ് എല്ലാം നടക്കുമെന്ന് കാണുന്നുണ്ട്. പക്ഷേ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് കാണുന്നുണ്ട്. ജനുവരി 19 ശേഷം സേവിങ്സിൽ ഒരു മൈൻഡ് സെറ്റ് ശക്തമാവാൻ സാധ്യതയുണ്ട്. പ്രണയം, വിവാഹം, ഈ ഒരു സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, റിലേഷൻഷിപ്പിലുള്ള തുലാം രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് റൊമാൻസ് ആൻഡ് റിയാലിറ്റി തമ്മിലുള്ള ഒരു ബാലൻസ് പരീക്ഷിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഇതിൽ സ്വീറ്റ് മൊമെന്റ്സ് ഉണ്ടാകാം. ഇമോഷണൽ ബോണ്ടിങ് കൂടുന്നതായിട്ട് അതിൽ കാണുന്നുണ്ട്. പക്ഷേ സീരിയസ് ആയിട്ടുള്ള സംസാരം നിങ്ങളുടെ ബന്ധത്തിന് ഒരു ഡിലേ ഉണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഫാമിലി ഡിസ്കഷൻ ജനുവരി 21 ശേഷം ഒരു ക്ലിയർ ഡിസിഷൻ വരാൻ സാധ്യതയുണ്ട്. സിംഗിൾ ആയിട്ടുള്ള തുലാം രാശിക്കാർക്ക് ഒരു പുതിയ ബന്ധം, ഒരു പുതിയ പ്രണയം നിങ്ങൾ എന്നും കാണുന്ന ഒരാളുമായി തുടങ്ങാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യം, ആ സൈഡ് നോക്കുകയാണെങ്കിൽ, ആരോഗ്യപരമായി തുലാം രാശിക്കാർ കിഡ്നി റിലേറ്റഡ് ഇഷ്യൂസ്, അതുപോലെ ബാക്ക് പെയിൻ, ഇതെല്ലാം വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത് നിറയെ വെള്ളം കുടിക്കുക, അതുപോലെ ലൈറ്റായിട്ടുള്ള എക്സസൈസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക. ഇവ പാലിച്ചാൽ ഇതെല്ലാം ഒരു ബാലൻസ് ആയിട്ട് നിങ്ങൾക്ക് നിർത്താം. ഭാഗ്യ ദിവസങ്ങളും ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ലക്കി ഡേയ്സ് എന്ന് പറയുന്നത് ജനുവരി 6, 10, 18, 25 എന്നീ ദിവസങ്ങളാണ്. നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ദിവസങ്ങൾ ജനുവരി 13, 20, 28 എന്നീ ദിവസങ്ങളിലാണ്. ഈ ദിവസങ്ങളിൽ ഇമോഷണൽ ഡിസിഷൻസ്, അതുപോലെ തന്നെ ചെറിയൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം. എല്ലാ വെള്ളിയാഴ്ചകളിലും വെളുത്ത അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള ഒരു തിരി ഇട്ട് ഒരു വിളക്ക് തെളിയിച്ചതിന് ശേഷം ഓം ശുക്രായ നമ എന്ന് 11 പ്രാവശ്യം ജപിക്കുക. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ ശക്തമാക്കാനും നിങ്ങളുടെ ഡിസിഷനിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകാനും നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാനും ഇത് സഹായിക്കും. തുലാം രാശിക്കാർക്ക് ജനുവരി 2026 എന്ന് പറയുന്നത് സമതുലമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു മാസമായിട്ടാണ് കാണുന്നത്. പക്ഷേ സ്വയം മറക്കരുത്, മറ്റുള്ളവരുടെ അഭിപ്രായം മാത്രം അനുസരിക്കരുത്.
അങ്ങനെ മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങൾക്ക് മാനസികമായിട്ട് ശാന്തിയും വ്യക്തതയും നൽകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഫെബ്രുവരി പ്രൊഡിക്ഷൻസ് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും. നന്ദി.